Good morning, students. Today we'll discuss about your second semester ഒരു module ആണ് laser physics. It is a small module. What is laser? Laser എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ full form എന്താണെന്ന് വെച്ചാൽ light amplification by stimulated emission of radiation. ഇതിൽ തന്നെ പറയുന്നുണ്ട് സ്റ്റിമുലേറ്റഡ് എമിഷൻ കാരണം ഉണ്ടാവുന്ന ലൈറ്റ് ആംപ്ലിഫിക്കേഷനാണ് എന്നുള്ളത്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും അതാണ്. വാട്ട് ഈസ് ലേസർ, ലേസറിൻ്റെ മൂന്ന് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൽ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ, spontaneous emission, stimulated emission. There are two types of emission and one absorption here. അതിലൊന്നാണ് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ ആൻഡ് പിന്നെ ഉണ്ടാവുന്നത് രണ്ട് എമിഷൻസ് ആണ്. അത് സ്പോണ്ടേനിയസ് എമിഷൻ ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഇവിടെ നമുക്ക് സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴി ഉണ്ടാവുന്ന ലേസറിനെയാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഓക്കെ, so first of all we'll introduce everything. What is laser? Laser is a system that produces coherent light. It produces coherent light. Okay, it produces coherent light through stimulated emission of radiation. Through stimulated emission of radiation. Suppose നമ്മളിപ്പോൾ ഒരു സോളിഡ് ലേസർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കണ്ടെയ്നിങ് സോ മെനി ആറ്റംസ്. ഓക്കെ, സോ മെനി ആറ്റംസ്, ലെറ്റ് ഇറ്റ് ബി സോളിഡ് ലേസർ ഓർ any material, it is containing so many atoms. So here atom is consisting of it can contain two energy levels. Let us have ground state as E1 and ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിനെ നമ്മൾ E2 എന്ന് പേരിട്ട് വിളിച്ചു. അതിൽ നമ്മൾ ഒരു ആറ്റമിനെ കൺസിഡർ ചെയ്തു. ലെറ്റ് ഇറ്റ് ബി ആറ്റം. ഓക്കെ, ഇവിടെ നിന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഫോട്ടോൺ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ എനർജി ഇവിടെ ആറ്റത്തിന് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുമ്പം ആറ്റത്തിന് വന്ന് തട്ടിയാൽ ആറ്റം എന്ത് ചെയ്യും? ഈ എക്സ്ട്രാ എനർജി അല്ലെങ്കിൽ ഈ ഫോട്ടോണിന് എന്ത് ചെയ്യും? ഇൻസിഡൻറ്റ് ഫോട്ടോണിനെ ഒരു HNU എന്നുള്ള ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു എനർജി ആണെങ്കിൽ ഈ എനർജിയെ ഈ ആറ്റം റിസീവ് ചെയ്തിട്ട് ഈ ആറ്റം എന്ത് ചെയ്യും? എക്സൈറ്റഡ് ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യപ്പെടും. ഓക്കെ, സിംപ്ലി ദിസ് ഇസ് നമ്മൾ ഇതൊക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. സോ ഈ ആറ്റത്തിന് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള എക്സ്ട്രാ എനർജി അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് ഫോട്ടോൺ നമുക്ക് HNU എന്ന് വിളിക്കുകയാണെങ്കിൽ ആ ഫോട്ടോൺ ഇൻസിഡൻറ്റ് ചെയ്ത് ഈ ആറ്റം അബ്സോർബ് ചെയ്തിട്ട് ഈ എക്സ്ട്രാ എനർജി അബ്സോർബ് ചെയ്തിട്ട് ഇതിനെ എക്സൈറ്റഡ് ലെവലിലേക്ക് അതിനെ ജമ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് അബ്സോർപ്ഷൻ എക്സ്ട്രാ എനർജി അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ. ഓക്കെ, നൗ നമ്മൾ സ്പോണ്ടേനിയസ് ദർ ആർ ടു എമിഷൻസ്. ഞാൻ പറഞ്ഞു രണ്ട് എമിഷൻസ് ഉണ്ട്. അതിലൊന്ന് സ്പോണ്ടേനിയസ് എമിഷൻ. സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് സ്പോണ്ടേനിയസ് എമിഷൻ? ഒന്നുമില്ല, നമ്മൾ പറഞ്ഞു ഇവിടുന്ന് ഒരു എനർജി വന്ന് എക്സ്ട്രാ എനർജി ഇൻസിഡൻറ്റ് ഫോട്ടോൺ വന്നിട്ട് അത് എക്സൈറ്റഡ് ആയിട്ട് ആറ്റം അത് അബ്സോർബ് ചെയ്തു, ഇറ്റ് ഗെറ്റ് എക്സൈറ്റഡ് അല്ലേ? നമ്മളിപ്പം എക്സൈറ്റഡ് എനർജി ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്. ലെറ്റ് ഇറ്റ് ബി E2 ആൻഡ് E1 ഹിയർ. സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറഞ്ഞാൽ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ളത് ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ആറ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ആറ്റം അതെപ്പോഴും ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും. അപ്പം എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഒരാറ്റത്തിനും സ്റ്റേബിൾ ആവാൻ പറ്റില്ല. അത് സ്റ്റേബിളായി നിൽക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ
ഇറ്റ്സ് ഓൺലി 10⁻⁸ സെക്കൻഡ് ഓൺലി. ഇത്രയും കുറഞ്ഞ സമയം മാത്രമേ എക്സൈറ്റഡ് ലെവലിൽ ഒരു ആറ്റം സ്റ്റേബിളായിട്ട് നിൽക്കുള്ളൂ. അതിന് ശേഷം അതെന്ത് ചെയ്യും? ഇത് സ്പോണ്ടേനിയസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണലായിട്ട് ഒരു ട്രിഗറിങ്ങും ഇല്ലാതെ, ഒരു എക്സ്റ്റേണൽ ട്രിഗറിങ് ഒന്നും സംഭവിക്കാതെ സ്പോണ്ടേനിയസ് ആയിട്ട്, സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട്, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കുന്നത്, അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ എന്ത് ചെയ്യപ്പെടും? തിരിച്ചു പോവും. വിത്ത് ദ എമിഷൻ ഓഫ് ഫോട്ടോൺ, ദാറ്റ് എക്സ്ട്രാ എനർജി എമിറ്റ് ചെയ്തിട്ടാണ്, വിത്ത് ദ എമിഷൻ ഓഫ് ദാറ്റ് ഇൻസിഡൻറ്റ് ഫോട്ടോണിനെ എമിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്പോണ്ടേനിയസ് എമിഷൻ നടക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സ്പോണ്ടേനിയസ് എമിഷൻ. നൗ one more is there, that is stimulated emission. Stimulated emission. Emission. What is stimulated emission? Stimulated എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ്റ്റേണൽ ട്രിഗറിങ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ എന്തോ ഒന്ന് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് ഈ എമിഷൻ നടക്കുന്നത്. ഓക്കെ, സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നാച്ചുറൽ. അതെന്താണെന്ന് വെച്ചാൽ, ലെറ്റ് ഇറ്റ് കൺസിഡർ ദാറ്റ് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ വഴി നമ്മുടെ ആറ്റം എവിടെ എത്തി? എക്സൈറ്റഡ് സ്റ്റേറ്റിലെത്തി. എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആറ്റം എന്ത് ചെയ്യാണ്? ഒരു ഇൻസിഡൻറ്റ് ഫോട്ടോണും കൂടെ എമിറ്റ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യാണ്? നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്? ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് അതിനെ ജമ്പ് ചെയ്യിപ്പിക്കുകയാണ്. അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആറ്റത്തിന് എന്ത് ചെയ്യും? ഒരു ഫോട്ടോണും കൂടെ നമ്മൾ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിച്ച്, അല്ലെങ്കിൽ എമിറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ എക്സൈറ്റഡിലുള്ളതിന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യിപ്പിക്കുന്നുണ്ട്. വിത്ത് ദ എമിഷൻ ഓഫ് 2 photons. One is incident photon, one is emitted photon. ഓക്കെ, ഈ 2 ഫോട്ടോൺസും എങ്ങനെയായിരിക്കും? സെയിം ഡയറക്ഷനിലും ആയിരിക്കും, സെയിം ഫേസിലും ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഹാസ് സെയിം ഫേസ്. ആക്ച്വലി ലേസറിൻ്റെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ ഇസ് മോണോക്രോമാറ്റിക്. One is monochromatic. That is, what is monochromatic? It has same wavelength and frequency. Okay, and the second property is coherent. Coherent എന്ന് പറഞ്ഞാൽ എന്താണ്? It is having same phase. അപ്പം ഒരു ലേസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മോണോക്രോമാറ്റിക്, ഇറ്റ് ഹാസ് കോഹിറൻറ്റ് ഫേസ്, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് സെയിം ഫേസ്. പിന്നെ പറയുന്ന പ്രോപ്പർട്ടി, ഇറ്റ് ഹാസ് ഹൈ ഇൻറ്റൻസിറ്റി, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഹൈലി ഇൻറ്റൻസ്. ഓക്കെ, ഇറ്റ് ഈസ് ഹൈലി ഇൻറ്റൻസ്. ആൻഡ് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ക്യാൻ ഫോക്കസ് ഓൺലി ടു എ നാരോ റീജിയൻ. ഒരു നാരോ റീജിയൻ മാത്രമേ അതിനെ ഫോക്കസ് ചെയ്യാൻ പറ്റൂ, അതായത് ഡയറക്ഷനാലിറ്റി നോക്കുന്നുണ്ട്. ഓക്കെ, so these are the properties of laser. These 4 are the properties of laser. So here we had discussed induced absorption, spontaneous emission and stimulated emission. Okay, here in induced absorption, the energy level E minus E, energy absorbed is, we can write E2 minus E1 as h nu. Okay, now, and the frequency of spontaneous emission, we can write as the frequency of spontaneous emission as, I'll write here, nu is equal to E2 minus E1 by h. Just a substitute. Okay, these are the important points about lasers. And here, ഇവിടെ ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ്റെ റേറ്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എത്രത്തോളം ദ റേറ്റ് ഓഫ് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ ക്യാൻ ബി ഡിഫൈൻഡ്, അല്ലെങ്കിൽ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ only by, it is depending only by the number of atoms in the ground state, or the intensity, how much the intensity, how much density
ഹൗ മച്ച് ഡെൻസിറ്റി ഓഫ് ലൈറ്റ് ഇസ് കമ്മിങ്, അതായത് എത്രത്തോളം ഡെൻസിറ്റി ഉള്ള ലൈറ്റാണ് വരുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ എത്രത്തോളം ആറ്റംസ് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലുണ്ട് എന്നുള്ള ഇതും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ദ റേറ്റ് ഓഫ് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുപോലെ തന്നെ സ്പോണ്ടേനിയസ് എമിഷനിൽ നമ്പർ ഓഫ് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആറ്റംസ് എത്ര ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ റേറ്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, now we'll discuss about population inversion and pumping here population inversion and pumping. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് we will discuss. Okay, actually this is normal population. ഇത് നോർമലായിട്ട് നടക്കുന്ന പോപ്പുലേഷനാണ് ഇവിടെ നടക്കുന്നത്. ലെറ്റ് ഇറ്റ് ബി E1 here, E2 here. And the number of atoms that represents in the lower state or the ground state is N1, and the number of atoms that represents in higher state is N2. Okay, that be N1 and N2 and E2 E1. Here number of atoms in the ground state is more, alle, and here the number of atoms in the excited state is less because ഇതിന് existence കുറവാണ്. only 10⁻⁻8 സെക്കൻഡ് ഇത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി ദിസ് ഈസ് നോർമൽ പോപ്പുലേഷൻ. ഓക്കെ, പോപ്പുലേഷൻ എന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഇപ്പോൾ വാട്ട് ഈസ് പോപ്പുലേഷൻ എന്ന് ചോദിച്ചാൽ വിൽ സേ ദ നമ്പർ ഓഫ് ആറ്റംസ് ദാറ്റ് ഈസ് റിക്വയർഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ദാറ്റ് ഈസ് സ്റ്റേബിൾ ഇൻ ആൻ എനി സ്റ്റേറ്റ്, അതാണ് പറയുന്നത്. അതായത് ഇപ്പം പോപ്പുലേഷൻ ഈ സ്റ്റേറ്റിലുള്ള പോപ്പുലേഷൻ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ദാറ്റ് ഈസ് N1 അല്ലെങ്കിൽ വിൽ കൺസിഡർ ഹിയർ 5. ഓക്കെ, അപ്പം വാട്ട് ഈസ് പോപ്പുലേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. സോ ഹിയർ ഇവിടെ ഇൻവേർട്ടഡ് പോപ്പുലേഷൻ നടക്കുന്നുണ്ട്. ഈ ഇൻവേർട്ടഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഏറ്റവും കുറവ് ആറ്റംസ് ആയിരിക്കും ഉണ്ടാവുക ദാൻ ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ്. എക്സൈറ്റഡ് സ്റ്റേറ്റിനേക്കാളും കുറവായിരിക്കും ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ആറ്റംസ്. ഓക്കെ, അതായത് ഇവിടെ നടന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പോപ്പുലേഷൻ ഇൻവേർഷനാണ് നടന്നത്. അതായത് ഏറ്റവും സ്റ്റേബിളായിട്ട് മോസ്റ്റ് സ്റ്റേബിളായിട്ടുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ആറ്റംസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പോപ്പുലേഷൻ ഇൻവേർഷൻ കാരണം എന്ത് ചെയ്തു, എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി. ഓക്കെ, അവിടെ പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കാനുള്ള കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു പമ്പിങ്. ഈ ആറ്റംസ് എല്ലാം പമ്പിങ് വഴിയാണ് അല്ലെങ്കിൽ പമ്പിങ്ങിൻ്റെ സഹായത്തോടെയാണ് എന്ത് ചെയ്യപ്പെട്ടത്, ആറ്റംസിനെ മൊത്തം ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യപ്പെട്ടത്. ഓക്കെ, സോ പമ്പിങ് എന്താണെന്ന് മനസ്സിലായി, പോപ്പുലേഷൻ ഇൻവേർഷൻ എന്താണെന്നും മനസ്സിലായി. ഹിയർ പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കാൻ ഏറ്റവും പോസിബിൾ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനു മുന്നേ നമുക്ക് ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. വാട്ട് ഈസ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്? മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദിസ് ഇസ് E1, ദിസ് ഇസ് E2. നമ്മളിത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആക്കി കൺസിഡർ ചെയ്തു, ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആക്കി കൺസിഡർ ചെയ്തു. ഇവിടെ ആറ്റം നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്തു, ആറ്റം എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി. ഇവിടെ ഓൺലി സ്റ്റേബിൾ ഇസ് 10⁻⁻8 സെക്കൻഡ് മാത്രമാണ് ഒരാറ്റത്തിന് സ്റ്റെബിലിറ്റി ഉള്ളത്, അല്ലേ? സോ ഈ സ്റ്റെബിലിറ്റി ഇത്രയും സെക്കൻഡ് കൊണ്ട് സ്റ്റെബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും കുറഞ്ഞ സമയത്താണ്
അതായത് അത്രയും കുറച്ച് സമയത്ത് മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ആറ്റം എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കുള്ളൂ. അപ്പം നമുക്ക് ഈ പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കാൻ കുറച്ച് പാടാണ്. കാരണം ഒരുപാട് ആറ്റംസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് നിന്ന് കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കുള്ളൂ. പോപ്പുലേഷൻ ഇൻവേർഷൻ ഈസ് എ മെയിൻ പാർട്ട് ഓഫ് ലേസർ. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട്. വിൽ നെയിംഡ് ആസ് E3. ഓക്കെ, ഈ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് in which it is more stable than excited state. എക്സൈറ്റഡ് സ്റ്റേറ്റിനേക്കാളും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട്. അതിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ 10⁻³ seconds ആണ്. ഓക്കെ, 10⁻⁶ to 10⁻³ seconds വരെ എന്തുണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്. അതായത് ഈ ആറ്റമിനെ നമ്മൾ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്നൊരു സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റിൽ അത് സ്റ്റേബിളായിട്ട് നിന്നോളൂ. സോ നമുക്ക് പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കാൻ കൂടുതൽ ഈസി ആവും. ഓക്കെ, സോ ദാറ്റ് ഈസ് മെറ്റാസ്റ്റേബിൾ. അപ്പം നമ്മൾ ഈ സ്റ്റേറ്റിനെ പറയുന്ന പേരാണ് എന്ത്, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. ഓക്കെ, അപ്പം നമ്മളിപ്പം പോപ്പുലേഷൻ എന്താണെന്ന് പഠിച്ചു, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്താണെന്ന് പഠിച്ചു, വാട്ട് ഈസ് പോപ്പുലേഷൻ ഇൻവേർഷൻ പഠിച്ചു, പമ്പിങ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, പമ്പിങ്ങിൽ ദർ ആർ ഒന്ന് ഒപ്റ്റിക്കൽ പമ്പിങ്, 2 മെത്തേഡ് ഉണ്ട് പമ്പിങ്ങിലൂടെ. നമുക്ക് പോപ്പുലേഷൻ ഇൻവേർഷൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഒപ്റ്റിക്കൽ പമ്പിങ്ങും ഒന്ന് ഇലക്ട്രിക്കൽ പമ്പിങ്ങും. ഇത് നമുക്ക് പഠിക്കാനുണ്ട്. ഒപ്റ്റിക്കൽ പമ്പിങ് വഴിയാണ് നമ്മൾ റൂബി ലേസർ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ പമ്പിങ് യൂസ് ചെയ്യുന്നത് സോളിഡ് ലേസേഴ്സിനാണ്. സോളിഡ് ലേസേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ റൂബി ലേസർ. ആൻഡ് ഇലക്ട്രിക്കൽ പമ്പിങ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഗ്യാസ് ലേസേഴ്സിനാണ്. ദാറ്റ് ഈസ് ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ ഹീലിയം നിയോൺ ലേസർ. ഇത് 2 ലേസേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, റൂബി ലേസറും ഹീലിയം നിയോൺ ലേസറും. അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, that's all for today. Thank you.